നിനക്ക് ആവശ്യമുള്ള ചോദ്യങ്ങൾ ചോദിച്ചാ പോരെ? എന്നാ ശരി, ആവശ്യമുള്ള ചോദ്യം ചോദിക്കാം. ചോദിക്കേ. എന്തെങ്കിലും കഴിക്കാൻ മേടിച്ചോ? അത് ന്യായമായ ചോദ്യം. മേടിച്ചിട്ടുണ്ട്. അമ്മ കാര്യമൊക്കെ പറയല്ലേ, അത് തന്നെ സാധനം തരും. എടുക്കട്ടെ, അത് തുറന്നെടുക്കണ്ടേ? താമസിച്ച് വരണമെങ്കിൽ അത് വിളിച്ചു പറയാനുള്ള സാമാന്യ മര്യാദ ഉണ്ടായിരിക്കണം. പെട്ടെന്നൊരു സ്റ്റാഫ് കമ്മിറ്റി ഉണ്ടായിരുന്നു, അതുകൊണ്ടാ വൈകിയത്. എന്ത് പറഞ്ഞാലും ഒരു സ്റ്റാഫ് കമ്മിറ്റി, ഈ സ്റ്റാഫ് കമ്മിറ്റി പെട്ടെന്ന് പൊട്ടി മുളക്കണേണ. ഞാൻ വർക്ക് ചെയ്യുന്നത് ഒരു സ്വകാര്യ സ്ഥാപനത്തിലാ, അത് നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവത്തില്ല. അയ്യോ ബാലുന് ഈ ലോകത്തടക്കണ ഒന്നും പറഞ്ഞാൽ മനസ്സിലാവൂല. ഞാൻ വന്ന് കേറിയിട്ടുള്ളൂ, ഒരു സ്വസ്ഥത സമാധാനം തരുമോ? ഈ ലോകത്ത് സ്വകാര്യ സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്ന ആദ്യത്തെ സ്ത്രീ നീയാണ്, വേറെ ആരും വർക്ക് ചെയ്യുന്നില്ല. അവരുടെയൊക്കെ ഭർത്താക്കന്മാർ ഓരോരോ ജോലി ചെയ്യുന്നുണ്ട്, നിങ്ങൾ വല്ലതും ചെയ്യണ്ട. ബാലു എന്താണ് ചെയ്യണമെന്ന് ഒരു ദിവസം നീ അറിയും, ഒറ്റ ചെയ്തിട്ട് നീ കരയും, അവസരം നീ പശ്ചാത്തപിക്കും. അയ്യോ ഇങ്ങനെ ഒരു നല്ലൊരു മനുഷ്യനാണല്ലോ ഭഗവാനെ ഞാൻ ഇതൊക്കെ പറഞ്ഞതുകൊണ്ട് നീ കറി അമ്മോ നല്ല പോളിംഗ് ആകുമ്പോ കൂടി. സന്തോഷായി, എല്ലാം ഇട്ടിട്ടുണ്ടല്ലോ. ഇങ്ങനെ ഇതൊക്കെ ഒന്ന് വാഷ് ചെയ്തിട്ടൂടെ നിനക്ക്? ഇരുന്നോട്ടാ കുട്ടികളോടൊപ്പം കളിച്ചോണ്ട് കാള പോലെയായി. അമ്മ എന്താ സ്റ്റാഫ് കമ്മിറ്റി കൂടി കാര്യം പറ. അത് ഹെഡ് ഓഫീസിനടുത്ത തീരുമാനല്ലേ. എന്നാലും പറഞ്ഞൂടെ? പറയണതിന് കുഴപ്പമൊന്നുമില്ല, പറഞ്ഞാൽ നിങ്ങൾ ഞെട്ടും. അപ്പൊ കാര്യം ഞാൻ പറയാം. എന്നാ പറ. നാളെ ഓഫീസിൽ നിന്ന് എല്ലാവരും ചിക്കൻ ബിരിയാണി കൊണ്ടുവരുമല്ലോ. കൊണ്ടുവരും. നാളെ രാവിലെ ഞങ്ങൾ എല്ലാവരും കൂടെ ഓഫീസിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് പോവാ. ഓഫീസ് ആവശ്യത്തിനാണ്, എന്നാ ഒരു ചെറിയ ടൂറും കൂടിയാ. അമ്മേ പോകുന്നുള്ളൂ, നിങ്ങൾ എന്തിനാ സന്തോഷിക്കുന്നേ? എടാ ഓഫീസ് ഇല്ലടാ, കുട്ടികളെ കൊണ്ടുപോകാൻ പറ്റില്ല, വേണമെങ്കിൽ ഹസ്ബൻഡിനെ കൊണ്ടുപോവാം. ഓഫീസുകാരി രാവിലെ 11 മണി. ഈ തീപ്പെട്ടി കത്തണമില്ല, ഉള്ളതെല്ലാം നനച്ചു നോക്കും പിള്ളേര്. ഒരക്കി രാവിലെ കുന്തം. ജോലിയല്ലോ. ജോലിയായി. ഇതെന്താണ് ഈ കാണിച്ചു വെച്ചേക്കണത്? നീ എടുത്തിട്ട് പോയല്ലേ ഇത്? ഇല്ല, ലൈറ്റർ ഉണ്ടായിരുന്നു, അത് നശിപ്പിച്ചു അച്ഛൻ. ഇത് കത്തിച്ചെത്തിച്ച് ഇപ്പൊ തീരും. ടൂറിന്റെ കാര്യം പറയൂ. രാവിലെ 11 മണിക്ക് മീറ്റിംഗ്, അത് കഴിഞ്ഞ് ഉച്ചയ്ക്ക് ലഞ്ചും കഴിഞ്ഞ് നേരെ ഞങ്ങൾ എല്ലാവരും കൂടെ കന്യാകുമാരി ചെന്നിട്ട് അവിടെ സ്റ്റേ ചെയ്യും. അവിടെ സ്റ്റേ ചെയ്ത് പിറ്റേന്ന് രാവിലെ ഉദയവും കണ്ട് നേരെ ഇങ്ങോട്ട് പോരും. പിന്നെ നിങ്ങള് അമ്മയും അച്ഛനും അവിടെ സൂര്യോസ്തമവും സൂര്യോദയം കാണാൻ വേണ്ടി പോവല്ലേ? അസൂയ, കുശുമ്പ്, ശിവാനി മൂന്നിനും മരുന്നില്ല. ഇവിടെ എല്ലാവർക്കും മരുന്നില്ല. അമ്മേ പോയിട്ട് വരുമ്പോ എനിക്ക് 2 പ്ലേറ്റ് ബിരിയാണി മേടിച്ചിട്ട് വേണേ. 2 പ്ലേറ്റ് ഇല്ലടാ, ഒരു 10 പ്ലേറ്റ് ബിരിയാണി ഞാൻ കൊണ്ടുവരാം. ഇവിടെ എത്തുമ്പോ നല്ല ടേസ്റ്റ് ആയിരിക്കും ബിരിയാണി. എനിക്ക് ഐസ് ക്യൂബ്, 2 ഐസ്ക്രീം, പിന്നെ അത്രയും മതി, കുഴപ്പമില്ല. എല്ലാം കൊണ്ടുവരാം കേട്ടാ. ശരിയായി. പോയി ലൈറ്റർ എടുത്തോണ്ട് അച്ഛൻ്റെ അടുത്തുനിന്ന്. അമ്മ എനിക്കൊരു ചുരിദാർ മേടിച്ചോണ്ടേ. പോടി അവിടുന്ന്. ഞാൻ പറഞ്ഞല്ലോ ഷോപ്പിങ്ങിനൊന്നും പോവല്ല, ഓഫീസ് ആവശ്യത്തിനാണെന്ന്. ഇന്ന് ചായ ഇടാൻ പറ്റുന്നോന്നല്ല ഇത് കത്തിച്ചിട്ട്. എന്ത് പറ്റി? ഭയങ്കര ജാട. സാധാരണ ഇങ്ങനെ അല്ലല്ലോ, ഞാൻ ഓഫീസിൽ നിന്ന് ഉടനെ തന്നെ ചോദിക്കുമല്ലോ, നീലു ചായ. എനിക്കൊരു കാര്യം പറയാനുണ്ടെന്ന്. നാളെ ഞങ്ങൾ ഒഫീഷ്യൽ ആവശ്യത്തിന് വേണ്ടി ട്രിവാൻഡ്രത്തേക്ക് പോകുന്നുണ്ട്, ഓഫീസിൽ നിന്ന് എല്ലാവരും കൂടെ. ചെറിയൊരു ടൂറും കൂടിയാ, വരുന്നുണ്ടോ? ഞാൻ എന്തിനാ പറഞ്ഞേ? അവിടെ കാവലിരിക്കാനാ. അതിന് ഇത്ര ദേഷ്യപ്പെട്ട് പറയാൻ എന്തിനാണ്? പിന്നെ കമ്പനി ടൂർ. ബാബാലു, നമുക്ക് മീറ്റിംഗ് കഴിഞ്ഞ് നേരെ കന്യാകുമാരി ചെന്ന് അവിടെ നിന്ന് ഉദയാസ്തമനൊക്കെ കണ്ട് തിരിച്ചു വരാം. അയ്യോ ഞാൻ കുറെ ഉദയാസ്തമനങ്ങൾ കണ്ടിട്ടുണ്ട് കേട്ടാ. ഇതൊരു പുച്ഛ പോലെ. എന്റെ കൂടെ ജോലിയാണ് ഓരോ ഭർത്താക്കന്മാരൊക്കെ വരുന്നുണ്ടല്ലോ. ബാലൂര് വന്നാലും എന്താ? അവന്മാർക്ക് വേറെ പണിയില്ലാത്തോണ്ട് നാണല്ലേ കമ്പനി ചെലവിൽ കറങ്ങാൻ വേണ്ടി. ഞാൻ പത്മനാഭ സ്വാമി ക്ഷേത്രം കണ്ടിട്ടില്ല, അവിടെ കയറി തൊഴുതിട്ടൊക്കെ വരാലോ എന്ന് വിചാരിച്ചായിരുന്നു. അത് കാര്യം. നീ പത്മനാഭനെ കാണണം, എന്നിട്ട് തൊഴുത് കരഞ്ഞ് പ്രാർത്ഥിക്കണം, നിന്റെ ഈ അലുമ്പ് സ്വഭാവമൊക്കെ ഒന്ന് മാറി കിട്ടാൻ വേണ്ടി. നിന്റെ കമ്പനി MD പ്രത്യേകം പറഞ്ഞാ ഞാൻ ചെല്ലണമെന്ന്? ഇല്ല, അവരൊന്നും പറയുന്നില്ല അങ്ങനെയൊന്നും. പിന്നെ എന്തിനാ ഞാൻ പറഞ്ഞത്? അതുമല്ല, 1 ഡേ ട്രിപ്പ്. രാവിലെ പോകും, പിറ്റേ ദിവസം രാവിലെ കെട്ടിയെടുത്തോണ്ട് ഇനി വരും. ബാലു വേണമെങ്കിൽ 2-3 ആഴ്ചത്തൊക്കെ ടൂറിനൊക്കെ പോയി അടിച്ച് പൊളിച്ചൊക്കെ വരണം. അതാണ് ബാലുവിന്റെ സ്റ്റൈല്. എന്നാ ഒരു കാര്യം ചെയ്യ്, ഒരു 3-4 ആഴ്ചത്തെ ടൂർ അങ്ങ് പ്ലാൻ ചെയ്യ്. ഞാൻ ഇപ്പോൾ ഒറ്റയ്ക്ക് പോയിട്ട് വരാം കേട്ടോ. തിരിച്ചു വരുമ്പോഴത്തേക്ക് ടൂറൊക്കെ പ്ലാൻ ചെയ്ത് എവിടെയൊക്കെ പോകണം, എങ്ങനെയൊക്കെ പോകണം, എവിടെയൊക്കെ സ്റ്റേ ചെയ്യണം, ഇതൊക്കെ അറേഞ്ച് ചെയ്ത് വെക്ക്. ഇതൊക്കെ അറേഞ്ച് ചെയ്ത ബാലുവിന്റെ ആവശ്യമില്ലടി. അത് ഒരു ടൂറിസത്തിന്റെ മാപ്പ് എടുത്ത് നോക്കിയാൽ മതി. മാപ്പ് എടുത്താൽ നോക്കിയാൽ മതി. വരുന്നുണ്ടോ ഇപ്പോ? ഇല്ലെന്ന് മലയാളത്തിലല്ലടി പറഞ്ഞത്.
അതിനിങ്ങനെ ചൂടാവണം എന്തിനാ? നീ വാ. ആ ഇവിടെ വയ്ക്കാനേ പറ്റുള്ളൂ, പറ്റെങ്കിൽ പറ. ദേ, ഇല്ലാന്ന് പറഞ്ഞാ മതി. ദേ, അവിടെ തന്നെ. ആ നീ വാ. ഇത് എന്തായാലും നീ തിരുവനന്തപുരത്ത് പോവല്ലേ, ഇത് അവിടെ കിട്ടും. ഇത് വാങ്ങേണ്ട സ്ഥലം തകരപ്പറമ്പ്. ഈസ്റ്റ് വട്ടി ഇറങ്ങി ഗണപതി കോവിൽ വഴി നേരെ ചെല്ലുമ്പോൾ തകരപ്പറമ്പ്. 1000 രൂപ ആവുള്ളൂ. 1000 രൂപ കൂടുതലാവൂലല്ലോ അല്ലേ? ഇല്ലടി, കൂടി പോയ ഒരു 800-850 രൂപയ്ക്കകത്ത് നിൽക്കും. അതിന് എന്റെ കയ്യിൽ പൈസ ഇല്ല. ഉണ്ടെന്ന് എനിക്കറിയാം, നീ എടുത്ത് കൂട്ടടി. എടി എന്നെ കൊണ്ടുപോയി കഴിഞ്ഞാൽ നിനക്ക് 10,000-3000 രൂപ ആവും. ഇതാകുമ്പോൾ 1000 രൂപയ്ക്കകത്ത് നിൽക്കൂലേ? നിന്റെ പൈസ ഉണ്ടല്ലോ, എടുത്തടി. വേണമെങ്കിൽ ഇങ്ങോട്ട് കൊണ്ടുപോവാ. ഇങ്ങോട്ട് കൊണ്ടുവരേ. ചായ ദേ ചായ റെഡി. അച്ഛനും കൊണ്ടേ കൊടുക്ക് ചായ. അമ്മേ എനിക്ക് ചുരിദാർ മേടിച്ച് തരൂലോ അല്ലേ? ഒന്ന് പോയാലേ ചുരിദാർ ഇണ്ടാതിരിക്കും. അമ്മ ചുരിദാറിന് അത്ര വലിയ കാശൊന്നും ആവത്തില്ല. ചുരിദാറിന് എത്ര കാശാവുന്നൊന്നും നീ എന്നെ പഠിപ്പിക്കാൻ നിൽക്കണ്ട കേട്ടോ. തിരുവനന്തപുരത്തേക്ക് എല്ലാവരും പോകുന്നതേ സന്തോഷത്തോടു കൂടിയാ. ആ പച്ചക്കറി അടുത്തേ. ആ ഞാൻ മാത്രം എന്റെ ഗതികേട് കൊണ്ട് പോവാ. എന്ത് ചെയ്യാനാ? പോയില്ലെങ്കിൽ ഹെഡ് ഓഫീസിൽ ചെന്ന് അതിന്റെ റീസൺ എഴുതി കൊടുക്കണം. എന്താ കമ്മിറ്റിക്ക് വരാതിരുന്നെന്നും പറഞ്ഞു. എന്തായാലും അമ്മ പോകുന്നുണ്ടല്ലോ. ആ പോകുന്നുണ്ട്, ശരിയാണ്. അത് പോകുന്നൊക്കെ ഉണ്ട്. എല്ലാവരും ഓരോരോ ഭർത്താക്കന്മാരൊപ്പം ആവണേ. ഞാൻ മാത്രം ഒറ്റയ്ക്ക്. ഭർത്താവുമില്ല, കാശുമില്ല, ഒരു മണ്ണാങ്കട്ടയില്ല. അല്ലാണ്ട് നീ ഉദ്ദേശിക്കുന്ന പോലെ കന്യാകുമാരി എന്ന് കേട്ടപ്പോ ചാടി പുറപ്പെട്ടേന്നുമല്ല. അയ്യോ നിർത്ത്, ഞാൻ ഒന്നും പറഞ്ഞില്ല. എനിക്ക് ചുരിദാറും വേണ്ട, ഒരു മണ്ണാങ്കട്ടം വേണ്ട. എന്തെങ്കിലും മേടിച്ചു തരാൻ പറഞ്ഞ അപ്പൊ തുടങ്ങി രാഷ്ട്രീയക്കാരെ പോലെ. അത് പറ്റത്തില്ല, ഇത് പറ്റത്തില്ല, മറ്റേതാണ്. കുറച്ച് നാക്ക് നിനക്ക് കൂടുതൽ കേട്ടോ. നാക്കോർത്തെടുക്കും ഞാൻ. അയ്യോ അർക്കാനായിട്ട് ഇങ്ങോട്ട് വാ, ഞാൻ ചെന്ന് കംപ്ലൈന്റ് കൊടുക്കും ചൈൽഡ് ഹെൽപ്പ് ലൈനിൽ. പിന്നെ അമ്മ എഴുതിയുണ്ട്, നോക്കിക്കോ. ആ അതാണല്ലോ രാവിലെ എണീറ്റിട്ട് എല്ലാ മക്കളും ചിന്തിക്കുന്ന ഒറ്റ കാര്യമുള്ളൂ, അച്ഛനമ്മമാരെ എങ്ങനെ അഴിയെണ്ണിക്കാം. കൊണ്ടേ കംപ്ലൈന്റ് കൊടുക്കടി, എന്നിട്ട് ഞാൻ പോയി അഴിയണ്ടാം. സമാധാനം കിട്ടുമല്ലോ അവിടെ. അമ്മ പേടിക്കൊന്നും വേണ്ട. അല്ലടി, എനിക്ക് ഭയങ്കര പേടിയാ. നീ എന്നെ ജയിലിൽ കൊണ്ടിടുമല്ലോ, അവിടെ കിടക്കേണ്ടി വരുമല്ലോ എന്ന് ഓർത്തിട്ട്. അമ്മ ഒരു ചുരിദാറല്ലേ ചോദിച്ചു. രച്ചു പോയേ, മേടിച്ചു തരാൻ പറ്റും. ഞാൻ പറ്റത്തില്ല.